Welcome to Kiddo Heaven. Hello children, how are you today? I hope you all are fine. Okay, today we will learn a new letter. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ ഒരു പുതിയ ലെറ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. Still now we have the letters from A to Q. നമ്മൾ A മുതൽ Q വരെയുള്ള ലെറ്റേഴ്സുകൾ പഠിച്ചു അല്ലേ? ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? Q കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് ലെറ്റർ ആയിട്ടുള്ള ഏതാണെന്നറിയോ? ഞാൻ പറയട്ടെ, R. എന്ന് പറഞ്ഞേ. Q ലെറ്റർ കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെറ്റർ ഏതാണ്? R. ഓക്കെ, ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞ്. Q ലെറ്റർ കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെറ്റർ ഏതാണ്? ലെറ്ററിന് എന്തുണ്ടായിരിക്കും? ക്യാപിറ്റൽ ലെറ്റർ ആർ ഉണ്ടായിരിക്കും, പിന്നെ സ്മോൾ ലെറ്റർ ആർ ഉണ്ടായിരിക്കും. അത് നമുക്ക് എങ്ങനെ എഴുതാം നോക്കിയാലോ? അത് നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ആർ എഴുതാം. ഓക്കെ, ഒരു സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കാം, എന്നിട്ടൊരു ഹാഫ് സർക്കിൾ വരയ്ക്കാം. ഓക്കെ, ഇപ്പൊ എന്തായി? ഇപ്പൊ ലെറ്റർ പി ആയില്ലേ? ഇതേതാ ലെറ്റർ? പി. ഈ പി ലെറ്ററിനെ നമുക്ക് ആറ് ലെറ്റർ ആക്കിയിട്ട് മാറ്റാൻ കഴിയും. എങ്ങനെയാണെന്ന് അറിയോ? ഞാൻ പറയട്ടെ. ഇവിടെ നിന്ന് ഒരു സ്ലാൻഡിങ് ലൈൻ വരച്ചാൽ എന്തായി? ആർ. ആർ. ഓക്കെ, അപ്പൊ പി ലെറ്റർ നമുക്ക് എളുപ്പത്തിൽ ആറാക്കി മാറ്റാൻ കഴിയും. ആറ് ലെറ്റർ എങ്ങനെ എഴുതാ? ആദ്യം പി ലെറ്റർ എഴുതാ അല്ലെ? പി ലെറ്റർ എഴുതി എന്നിട്ട് ഇവിടുന്ന് സ്ലാൻഡിങ് ലൈൻ കൊടുത്താൽ എന്തായി? ആർ. ആർ. മനസ്സിലായോ? ആറ് ലെറ്റർ എങ്ങനെ എഴുതാ? ആദ്യം പി ലെറ്റർ എഴുതാം. നമ്മൾ പി ലെറ്റർ എഴുതാൻ പഠിച്ചതാണ്. അപ്പൊ പി ലെറ്റർ എഴുതാം. ഈ പി ലെറ്ററിനെ ഇവിടെ ഒരു സ്ലാൻഡിങ് ലൈൻ കൊടുത്താൽ എന്തായി? ആർ. അപ്പൊ ക്യാപിറ്റൽ ലെറ്റർ ആർ എഴുതാൻ എളുപ്പല്ലേ? പി ലെറ്റർ എഴുതാ എന്നിട്ട് ഒരു സ്ലാൻഡിങ് ലൈൻ കൊടുത്താൽ എന്തായി? ക്യാപിറ്റൽ ലെറ്റർ ആർ. ഓക്കെ, ഇനി സ്മോൾ ലെറ്റർ ആർ എങ്ങനെ എഴുതാൻ നോക്കിയാലോ? എളുപ്പമാണ് കേട്ടോ. ഒരു സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ ഒരു ഡൗൺ കേർവ് കൊടുക്കുക. ഇപ്പൊ എന്തായി? സ്മോൾ ലെറ്റർ ആർ. ഓക്കെ, ഒരു സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുക, എന്നിട്ട് ഈ കണ്ടോ, ഈ താഴെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് കണ്ടോ, ഇവിടെ എത്തുമ്പോ ഇങ്ങനെ കൊടുക്കുക. ഇപ്പൊ എന്തായി? സ്മോൾ ലെറ്റർ ആർ. എങ്ങനെ എഴുതാ? ഒരു സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുക, എന്നിട്ട് കണ്ടോ ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുവരാം. ഇപ്പൊ എന്തായി? സ്മോൾ ലെറ്റർ ആർ. ക്യാപിറ്റൽ ലെറ്റർ ആർ എങ്ങനെ എഴുതാ? ആദ്യം പി ലെറ്റർ എഴുതാ അല്ലെ? പി ലെറ്റർ എഴുതാ എന്നിട്ട് ഒരു സ്ലാൻഡിങ് ലൈൻ കൊടുത്താല് ക്യാപിറ്റൽ ലെറ്റർ ആർ ആയി. സ്മോൾ ലെറ്റർ ആർ എങ്ങനെ എഴുതും? ഒരു സ്റ്റാൻഡിങ് ലൈൻ ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് കണ്ടോ ഈ താഴേന്ന് ഇങ്ങനെ മുകളിലോട്ട് ഈ വരമ്പ തന്നെ ഇങ്ങനെ കൊണ്ടുവരിക, എന്നിട്ട് ഇവിടെ എത്തുമ്പോ ഈ സൈഡിലേക്ക് ഇങ്ങനെ കൊടുക്കുക. ഇപ്പൊ എന്തായി? സ്മോൾ ലെറ്റർ ആർ. ഓക്കെ, ഇനി ഈ ആർ ലെറ്ററിന് ഒരു സൗണ്ട് വരുന്നുണ്ട്. അത് ആർക്കെങ്കിലും അറിയോ? ഞാൻ പറയട്ടെ. ആർ സൗണ്ട്. ആർ സൗണ്ട്. ആർ ലെറ്ററിന്റെ സൗണ്ട് എന്താണ്? ഓക്കെ, ഇനി നമുക്ക് ഈ ആർ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 4 പിക്ചേഴ്സിന്റെ നെയിംസ് പഠിക്കാനുണ്ട്. വെരി ഗുഡ്. അത് ഏതൊക്കെയും നമുക്ക് നോക്കിയാലോ? ഫസ്റ്റ് വൺ, ഇതൊരു ഫ്ലവർ ആണ് അല്ലേ? ഈ ഫ്ലവറിന് 6 ലെറ്റർ വെച്ചിട്ട് ഒരു നെയിം പറയും. അത് ആർക്കെങ്കിലും അറിയോ? നമ്മൾ ഫ്ലവേഴ്സ് ഒക്കെ പഠിച്ചതാണ്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ ഫ്ലവറിന്റെ നെയിം എന്തായിരുന്നു? റോസ്. വെരി ഗുഡ്. ഒന്ന് പറഞ്ഞേ, റോസ്. ഒന്നുകൂടെ പറഞ്ഞേ, റോസ്. ഇതിനെന്താ പറയാ? റോസ്. ഓക്കെ, റോസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതായിരിക്കും? ആർ. ഓക്കെ, അപ്പൊ ഞാൻ ഈ റോസ് ഇവിടെ ഒട്ടിച്ചു വെച്ചു. ഓക്കെ, ഇനി അടുത്ത പിക്ചർ ഏതാ നോക്കിയാലോ? ഇതാരാണ്? ഇതൊരു ആനിമൽ ആണ് അല്ലെ? ഇതൊരു ഡൊമസ്റ്റിക് ആനിമൽ ആണ്. വെരി ഗുഡ്. ഈ ഡൊമസ്റ്റിക് ആനിമലിന്റെ നെയിം നമ്മൾ പഠിച്ചതാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്താണ്? റാബിറ്റ്. വെരി ഗുഡ്. റാബിറ്റ്. റാബിറ്റ് എന്ന് വെച്ചാ മുയൽ. മുയലിനാണ് എന്ത് പറയുന്നത്? റാബിറ്റ്. ഒന്ന് പറഞ്ഞേ, റാബിറ്റ്. ഓക്കെ, ഈ റാബിറ്റിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? ആർ. റാബിറ്റിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? ആർ. ഓക്കെ, അപ്പൊ ഞാൻ ഈ റാബിറ്റിനെ ഇവിടെ ഒട്ടിച്ചു വെച്ചു. ഓക്കെ, ഇപ്പൊ നമ്മൾ ആർ ലെറ്റർ
ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 2 പിക്ചേഴ്സിന്റെ നെയിംസ് പഠിച്ചു. ഏതൊക്കെയാണ്? റോസ്, റാബിറ്റ്. ഓക്കെ, ഇനി അടുത്ത പിക്ചറും എഴുതാൻ നോക്കാം. ഇതാരാണ്? ആരാണ്? എലി. എലി. ഈ എലിക്ക് ഇംഗ്ലീഷില് 6 ലെറ്റർ വെച്ചിട്ട് ഒരു നെയിം പറയും. അതാർക്കെങ്കിലും അറിയോ? എന്താണ്? റാറ്റ്. റാറ്റ്. എലിക്കാണ് എന്ത് പറയുന്നത്? റാറ്റ്. റാറ്റ്. ഒന്നിട്ടൊന്ന് പറഞ്ഞേ. റാറ്റ്. റാറ്റിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതായിരിക്കും? ഏതായിരിക്കും? ആർ. റാറ്റിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? ആർ. ഓക്കെ, അപ്പൊ ഞാൻ ഈ റാറ്റ് ഇവിടെ ഒട്ടിച്ചു വെച്ചു. ഇനി ലാസ്റ്റ് പിക്ചർ എഴുതാൻ നോക്കാം. ഇതെന്താന്ന് അറിയോ? ഇതെന്താണ്? നമ്മള് വിരലിൽ അണിയുന്ന ഒരു ആഭരണം ഉണ്ടല്ലോ. എന്താണ്? നമ്മള് വിരലിൽ അണിയുന്ന ഒരു ആഭരണം ഏതായിരുന്നു? മോതിരം. വെരി ഗുഡ്. ആ മോതിരത്തിന് ഇംഗ്ലീഷില് ആർ വെച്ചിട്ട് പറയുന്നതാണ് എന്ത്? റിംഗ്. ആ മോതിരത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് റിംഗ്. റിംഗ്. ഒന്നുകൂടെ പറഞ്ഞേ. റിംഗ്. മോതിരത്തിനാണ് എന്ത് പറയുന്നത്? റിംഗ്. ആ റിംഗിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതായിരിക്കും? ഏതായിരിക്കും എന്ന് പറഞ്ഞേ? ആർ. വെരി ഗുഡ്. റിംഗിന്റെ ഫസ്റ്റ് ലെറ്റർ ആണ് ആർ. മോതിരത്തിനാണ് എന്ത് പറയുന്നത്? റിംഗ്. ഓർത്തിരിക്കണേ, മോതിരത്തിനാണ് എന്ത് പറയുന്നത്? റിംഗ്. ഓക്കെ, ഇപ്പൊ നമ്മള് 6 ലെറ്റർ വെച്ചിട്ട് 4 വേർഡ്സ് പഠിച്ചു. ഏതൊക്കെയാണ്? R for rose, R for rabbit, R for rat, R for ring. ഒന്നിട്ടൊന്ന് പറഞ്ഞേ. R for rose, R for rabbit, R for rat, R for ring. Okay. അപ്പൊ നമ്മൾ ഇന്ന് Q ലെറ്റർ കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് ലെറ്റർ ആയിട്ടുള്ള R പഠിച്ചു. ക്യാപിറ്റൽ ലെറ്റർ R എങ്ങനെ എഴുതാം ഒന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ എഴുതട്ടെ എന്ന് പറഞ്ഞേ. ആദ്യം നമ്മൾ P ലെറ്റർ എഴുതാം അല്ലെ. ഈ P ലെറ്ററിനെ നമുക്ക് എളുപ്പത്തിൽ R ലെറ്റർ ആക്കി മാറ്റാൻ കഴിയും. എങ്ങനെ ചെയ്യാം? ഇവിടെ ഒരു സ്ലാൻഡിങ് ലൈന് കൊടുത്തപ്പോഴെന്തായി? ക്യാപിറ്റൽ ലെറ്റർ R. ഇനി സ്മോൾ ലെറ്റർ R എങ്ങനെ എഴുതാം? ഒരു സ്ലാൻഡിങ് ലൈൻ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ അവിടുന്ന് ആ താഴെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് തന്നെ ഇങ്ങനെ പോയിട്ട് ഇവിടെ എത്തുമ്പോഴുണ്ട് ഇങ്ങനെ കൊടുക്കുക. അപ്പൊ എന്തായി? സ്മോൾ ലെറ്റർ R. ക്യാപിറ്റൽ ലെറ്റർ ആറും സ്മോൾ ലെറ്റർ ആറും എഴുതാൻ എളുപ്പല്ലേ? ഓക്കെ, പിന്നെ നമ്മള് R ലെറ്റർ സൗണ്ട് പഠിച്ചു. എന്താണ്? R സൗണ്ട്, R സൗണ്ട്. ഓക്കെ, പിന്നെ നമ്മള് R ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 4 പിക്ചേഴ്സിന്റെ നെയിംസ് പഠിച്ചു. ഒന്ന് പറഞ്ഞേ. റോസ്, റാബിറ്റ്, റാറ്റ്, റിംഗ്. വെരി ഗുഡ്. ഇനി നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. അതിൽ പേജ് നമ്പർ 18 ഏത് ലെറ്റർ കൊടുത്തിട്ടുണ്ട്? ഏത് ലെറ്റർ കൊടുത്തിട്ടുണ്ട്? ലെറ്റർ R. ക്യാപിറ്റൽ ലെറ്റർ R, സ്മോൾ ലെറ്റർ R. ഇത് നിങ്ങളൊന്ന് കളർ ചെയ്യുക. എന്നിട്ട് ഈ 4 പിക്ചേഴ്സിന്റെ നെയിംസ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കാം. ഇതെന്താണ്? റോസ്, റാബിറ്റ്, റാറ്റ്, റിംഗ്. ഇതുപോലെ നിങ്ങൾ ഫിംഗർ ടച്ച് ചെയ്തിട്ട് ഈ പിക്ചേഴ്സിന്റെ ഒക്കെ നെയിംസ് വായിച്ചു പഠിക്കാം. ഓക്കെ, പിന്നെ ഇവിടെ താഴെ ബോക്സിൽ ക്യാപിറ്റൽ ലെറ്റർ ആറും സ്മോൾ ലെറ്റർ ആറും എഴുതാനുള്ള ബോക്സസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബോക്സിൽ നിങ്ങൾ അതൊന്ന് എഴുതി പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.